നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നിങ്ങളൊക്കെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളറിയാതെ നിങ്ങളുടെ കോൺടാക്റ്റ് നമ്പർ ഷെയർ ചെയ്ത് പോകുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ മൊബൈൽ ഫോൺ നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റകൾ മറ്റു തേർഡ് പാർട്ടി ആപ്പുകളിലേക്കും വെബ്സൈറ്റുകളിലേക്കൊക്കെ ഗൂഗിൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അതെങ്ങനെ കണ്ടെത്താമെന്നും അതെങ്ങനെ ഓഫ് ചെയ്യാമെന്നുള്ളതും കാണിച്ചുതരാം. ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾക്കാണ് ഇത് കൂടുതൽ ഇത്തരത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും വീഡിയോ കാണണം. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ ഏറ്റവും മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ പെർമിഷൻ എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെർമിഷൻ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് പെർമിഷൻ മാനേജർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ പെർമിഷൻ മാനേജർ എന്നുള്ള മറ്റൊരു ഓപ്ഷൻ കൂടെ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാ നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന എല്ലാ പെർമിഷൻസും ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ കോൾ ലോഗ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ കാണാം 15 ആപ്പുകളിൽ നിന്ന് 11 ആപ്പിനും ഈ കോൾ പെർമിഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഏതൊക്കെ ആപ്പുകൾക്കാണ് കോൾ പെർമിഷൻ കൊടുത്തതെന്ന് കാണാൻ സാധിക്കും. ചില ആപ്പുകൾ കോൾ പെർമിഷൻ ഒരു ആവശ്യം ഉണ്ടായില്ല, നിങ്ങൾക്ക് കോൾ ചെയ്യേണ്ട ഒരു പെർമിഷൻ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ അതിലേക്കുള്ള കോൾ പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളുടെ കോൾ ലിസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ കോൺടാക്റ്റ് ലിസ്റ്റിൽ നിന്ന് നിങ്ങളുടെ നമ്പറുകൾ എടുക്കാനും നിങ്ങളുടെ സുഹൃത്ത് നമ്പർ എടുക്കാനൊക്കെ സാധിക്കും. മറ്റു തേർഡ് പാർട്ടി വെബ്സൈറ്റുകളിലേക്കും ആപ്പുകളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കും. അവരുടെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി അത് ഷെയർ ചെയ്യും. അങ്ങനെയാണ് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന കോളുകൾ, പരസ്യം പറഞ്ഞുകൊണ്ട് വരുന്ന കോളുകളും മെസ്സേജുകളും പരസ്യത്തിലൂടെ വരുന്ന ആഡ്സ്, മൊബൈൽ ഫോണിലേക്ക് വരുന്ന മറ്റു പരസ്യങ്ങളൊക്കെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കണക്ട് ചെയ്തുകൊണ്ടാണ്. ഈ മൊബൈൽ നമ്പർ പലപ്പോഴും നമ്മൾ വിചാരിക്കാറുണ്ട് നമുക്ക് വരുന്ന കോളുകളിൽ നമുക്ക് ഏതെങ്കിലും പരസ്യങ്ങൾ ചോദിച്ചുകൊണ്ട് വരും. നമ്മുടെ ഏതെങ്കിലും ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യത്തിനൊക്കെ നിങ്ങളുടെ കോൺടാക്റ്റ് നമ്പറിൽ അവർ കോൾ ചെയ്യും. നിങ്ങൾ വിചാരിക്കുക എവിടെ നിന്നാണ് ഈ കോൺടാക്റ്റ് നമ്പർ അവർക്ക് കിട്ടിയതെന്ന്. ഇങ്ങനെയാണ് നിങ്ങളുടെ കോൺടാക്റ്റ് നമ്പർ ഷെയർ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, നിങ്ങൾ ഏതൊക്കെ ആപ്പുകൾക്കാണ് നിങ്ങൾ കോൺടാക്റ്റ് പെർമിഷൻ, അതായത് കോൾ ലോഗ് പെർമിഷൻ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരുപാട് പെർമിഷൻസ് ഉണ്ട്. കോൺടാക്റ്റ് ആപ്പിന് വേണ്ടിയിട്ട് നമ്മൾ കോൺടാക്റ്റ് പെർമിഷൻ കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഫേസ്ബുക്കിനും. അത് ഓരോ സമയം ഏതൊക്കെ സമയത്താണ് നിങ്ങളുടെ കോൺടാക്റ്റ് പെർമിഷൻ അവരെടുത്ത് ഇവിടെ കാണാൻ സാധിക്കും. ഒന്നാമത്തെ കോൺടാക്ട്സ് എന്നുള്ള ആപ്പിനകത്ത് 7 ദിവസത്തോളമായി നിങ്ങളുടെ കോൺടാക്റ്റ് പെർമിഷൻ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫേസ്ബുക്കിലേക്ക് നോക്കുക 24 hours കാണിക്കുന്നത്. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആപ്പുകൾ, നമ്മുടെ കോൺടാക്റ്റ് എടുക്കുന്ന ആപ്പുകൾ, ആ ആപ്പുകൾ ഏതൊക്കെ സമയത്ത് അല്ലെങ്കിൽ എത്ര സമയം എത്ര സമയമാണ് അത് എടുത്തിരിക്കുന്നതെന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഫേസ്ബുക്ക് ഭാഗത്തേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണാൻ സാധിക്കും. ഈ കോൾ ലോഗ് എന്നുള്ളത് ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് ഒരാവശ്യവുമില്ല. ഫേസ്ബുക്കിൻ്റെ മെസ്സഞ്ചറിൽ മാത്രമാണ് സൗകര്യമുള്ളത്. അതുകൊണ്ട് തന്നെ ഫേസ്ബുക്കിൽ നമ്മൾ ഡോൺ അലോ എന്നുള്ളത് ഭാഗത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഫേസ്ബുക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു പെർമിഷൻ ഓഫ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഫേസ്ബുക്ക് ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ലിങ്ക് ടു വിൻഡോസ്, ഒരു ആവശ്യമില്ലാത്ത കോൺടാക്റ്റ് പെർമിഷൻ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ കോൾ ലോഗ്സ് ആവശ്യമില്ലാത്ത ആപ്പാണ്. ഇങ്ങനെ നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഏതെങ്കിലും ആപ്പുകൾക്ക് പെർമിഷൻ കൊടുത്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമില്ലാത്ത കോൾ ലോഗ്, കോൺടാക്റ്റ് നമ്പർ ആവശ്യമില്ലാത്ത ഏതെങ്കിലും ആപ്പുകളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഡോൺ അലോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. താഴെ ഭാഗത്തേക്ക് നോക്കുക, നോട്ട് അലൗഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നമ്മൾ പെർമിഷൻ കൊടുക്കാത്ത ആപ്പുകളാണ് കാണാൻ സാധിക്കുക. മുകളിലേക്ക് നോക്കുക, അലോവ്ഡ് എന്ന് കാണാൻ സാധിക്കും. താഴെ ഭാഗത്തേക്കുള്ള ആപ്പുകളൊക്കെ നമ്മൾ പെർമിഷൻ കൊടുത്തതാണ്. അപ്പോൾ ആവശ്യമില്ലാത്ത ആപ്പുകളിലേക്ക് ഇത്തരത്തിൽ പെർമിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ട് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. ഇത് ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് തന്നെ ഓപ്പൺ ചെയ്യുക. ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ വലതുഭാഗത്ത് കാണുന്ന ഓൾ സർവീസസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നേരെ താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഫോൺ നമ്പർ ഷെയറിംഗ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഫോൺ നമ്പർ ഷെയറിംഗ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഞാൻ ഓൾറെഡി ഓഫ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഫോണിനകത്ത് ഓപ്പൺ ചെയ്ത് നോക്കുക. ഇതുപോലെ ഓണായി കിടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക. കാരണം നിങ്ങളുടെ കോൺടാക്റ്റ് നമ്പർ ഗൂഗിൾ മറ്റ് തേർഡ് പാർട്ടി ആപ്പുകളിലേക്ക് ഇവിടെ വെച്ച് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുള്ള പെർമിഷനാണത്. ആ പെർമിഷൻ നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ നിങ്ങളുടെ കോൺടാക്റ്റ് ഷെയർ ചെയ്യില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഫോണിനകത്ത് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ കോൺടാക്റ്റ് നമ്പർ എവിടെയെങ്കിലും ഗൂഗിൾ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വളരെ ഈസി ആയിട്ട് അത് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.